ഈ വീഡിയോനകത്ത് നമുക്ക് എന്താണ് ആങ്കർ ടാഗ് നോക്കാം. അതുപോലെ തന്നെ ആങ്കർ ടാഗിൽ കൊടുക്കാനുള്ള കുറേ ആട്രിബ്യൂട്ട്സ് ഉണ്ട്, അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഈ ആങ്കർ ടാഗ് എന്ന് പറഞ്ഞാൽ ഒരു പേജിൽ നിന്ന് തന്നെ വേറെ പേജിലോട്ട് നമുക്ക് ലിങ്ക് കൊടുക്കാനാണ് നമ്മൾ ആങ്കർ ടാഗ് ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഈ ഒരു മൂവീസിൻ്റെ IMDb ലിങ്ക് നമുക്ക് കൊടുക്കണം നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ആവേശത്തിൻ്റെ IMDb ലിങ്ക് ഇതാണ്. ഈ ഒരു ലിങ്ക് നമുക്ക് നമ്മുടെ ഈ പേജിൽ നിന്ന് കൊടുക്കണം. സോ അങ്ങനെ ലിങ്ക്സ് കൊടുക്കാൻ ഉപയോഗിക്കുന്ന ടാഗാണ് ആങ്കർ ടാഗ്. ഓക്കെ, സോ അതെങ്ങനെ കൊടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എവിടെയാണ് ആങ്കർ ടാഗ് ആവശ്യം, അതായത് ഈ ഐറ്റത്തിൻ്റെ ഉള്ളിൽ ലാസ്റ്റായിട്ട് നമുക്ക് കൊടുക്കാം. എന്ന് പറയുന്നതാണ് ആങ്കർ ടാഗ്. ഓക്കെ, സോ ഇതിനകത്ത് നമുക്ക് ക്ലിക്ക് ചെയ്യേണ്ട ടെക്സ്റ്റിൻ്റെ പേര് കൊടുക്കാം. IMDb എന്ന് കൊടുക്കുക തൽക്കാലം. ഓക്കെ, ഇങ്ങനെ കൊടുക്കാം. സോ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ IMDb എന്നൊരു ടെക്സ്റ്റ് വന്നു. സോ അതിനകത്ത് ഇനി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പേജിലോട്ട് പോകണം. സോ അതിന് നമ്മൾ ആങ്കർ ടാഗിനകത്ത് href എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് ഉണ്ട്. അതിനകത്ത് നമുക്ക് ഇതിൻ്റെ ലിങ്ക് കൊടുത്താൽ മതി. ഇതിൻ്റെ ലിങ്ക് ഇവിടെ കൊടുക്കാം. ഓക്കെ, സേവ് ചെയ്യാം. സേവ് ചെയ്യുമ്പോൾ നമുക്ക് ലിങ്കിൻ്റെ ആ കളറൊക്കെ അവിടെ വന്നു. സോ ഇനി ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുണ്ടോ, അതിലോട്ട് പോയി. ഓക്കെ, ബാക്ക് അടിച്ചാൽ തിരിച്ച് നമ്മുടെ പേജിലോട്ട് തന്നെ വന്നു. ഓക്കെ, സോ ഇതാണ് ബേസിക് ആയിട്ട് ഒരു ആങ്കർ ടാഗിൻ്റെ സിൻടാക്സ്. സോ ഈ ആങ്കർ ടാഗിൽ ഇതുകൂടാതെ കുറച്ച് ആട്രിബ്യൂട്ട്സുകൾ എടുക്കും. അതിൽ ഇമ്പോർട്ടൻറ്റ് ആട്രിബ്യൂട്ട്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. സോ നമ്മൾ ഈ കേസിൽ ഇവിടെ നോക്കിയപ്പോൾ നമ്മൾ ഈ ലിങ്ക് ക്ലിക്ക് ചെയ്തപ്പോൾ ആ പേജിൽ തന്നെയാണ് നമുക്ക് പുതിയ പേജ് ഓപ്പൺ ആയി വന്നത്. പക്ഷേ നമുക്കിനി അങ്ങനെയല്ല, നമുക്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് പുതിയ പേജ് വേറെ ടാബിൽ ഓപ്പൺ ചെയ്ത് വരണം. സോ അങ്ങനെ ചെയ്യണമെങ്കിൽ ടാർഗറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ആട്രിബ്യൂട്ട് ഉണ്ട്. ടാർഗറ്റ് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ടിൻ്റെ അടുത്ത് ബ്ലാങ്ക് എന്ന് പറഞ്ഞു കൊടുത്താൽ മതി, _blank ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇത് പുതിയ ടാബിൽ ഓപ്പൺ ആവും. ടാർഗറ്റിന് _blank അല്ലാണ്ട് വേറെയും കുറച്ച് വാല്യൂസ് എടുക്കും. അതിലൊന്നാണ് _self. അത് ഡീഫോൾട്ടാണ്, നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ സെയിം പേജിൽ തന്നെ ഓപ്പൺ ആവും പുതിയ പേജ്. അതുകൂടാതെ പാരന്റും ടോപ്പ് എന്നുള്ളതൊക്കെ iframeമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. iframeനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇനി വരുന്ന വീഡിയോസിൽ നോക്കാം. സോ ഇനി അടുത്ത് നമുക്ക് ആങ്കർ ടാഗിലെ റിലേഷൻ ആട്രിബ്യൂട്ട് നോക്കാം, REL. ആ ആട്രിബ്യൂട്ടിന് കുറേ വാല്യൂസ് എടുക്കുന്നുണ്ട്. മെയിൻ ആയിട്ട് അതിലത്തെ നോ റെഫററും നോ ഓപ്പണറും, ഈ രണ്ട് വാല്യൂസ് എന്താണെന്ന് നമുക്ക് നോക്കാം. നോ റെഫറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, സോ നമ്മുടെ ലിങ്ക് നമ്മളിങ്ങനെ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ഓപ്പൺ ആയി വന്ന പേജിൽ ഒരു ജാവാസ്ക്രിപ്റ്റ് റൺ ചെയ്യുവാണെങ്കിൽ കൺസോളിനകത്ത് document.referrer എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത് എവിടെ നിന്നാണോ ഈ പേജ് വന്നത്, ഫോർ എക്സാമ്പിൾ നമ്മുടെ ലിങ്ക് 127.0.0.1 അല്ലേ, ഇതല്ലേ നമ്മുടെ ലിങ്ക്, ഈ ലിങ്കിൽ നിന്നാണ് ഈ പേജ് ഓപ്പൺ ചെയ്തത്. സോ അവർക്കൊരു ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ പേജ് എവിടുന്ന് ഓപ്പൺ ആയതെന്ന് അറിയാൻ പറ്റും. സോ ഇങ്ങനെ അറിയണ്ട, നമുക്ക് അനോണിമസ് ആയിട്ടാണ് നമ്മളുടെ വെബ്സൈറ്റിൽ ലിങ്ക് കൊടുക്കേണ്ടതെങ്കിൽ അതിൽ ആങ്കർ ടാഗിൽ നമുക്ക് റിലേഷൻ എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് കൊടുക്കാം, REL. അതിനകത്ത് നോ റെഫറർ എന്ന് കൊടുത്താൽ മതി. ഓക്കെ, സോ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ തുറന്നാലും അവരുടെ ഡോക്യുമെൻ്റ് ഉപയോഗിച്ച് document.referrer അടിച്ചു കഴിഞ്ഞാൽ അവർക്കൊന്നും കിട്ടത്തില്ല. ഈ നോ റെഫറർ പോലെ തന്നെ നോ ഓപ്പണർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാല്യൂം കൂടി ഉണ്ട്. സോ അത് നമ്മുടെ പേജിനകത്ത് _blank ഉപയോഗിച്ച് ഒരു വെബ്സൈറ്റ് പുതിയ ടാബിനകത്ത് തുറന്നു കഴിഞ്ഞാൽ ആ വെബ്സൈറ്റിലെ ജാവാസ്ക്രിപ്റ്റിന് നമ്മളുടെ വെബ്സൈറ്റിൻ്റെ കംപ്ലീറ്റ് ഡോമിലോട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. സോ അത് വെച്ചിട്ട് അവർക്ക് നമ്മുടെ വെബ്സൈറ്റ് മൊത്തം വേണമെങ്കിൽ മാറ്റാൻ പറ്റും. സോ അങ്ങനത്തെ ഒരു ഒബ്ജക്റ്റിന് ആക്സസ് കൊടുക്കാതിരിക്കാൻ കൊടുക്കുന്ന റിലേഷൻ വാല്യൂ ആണ് നോ ഓപ്പണർ. ഓക്കെ, അതൊരു വലിയൊരു സെക്യൂരിറ്റി ഇഷ്യൂസാണ്. അത് പുതിയ ബ്രൗസറുകൾ ഒരുവിധം ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. സോ അത് പഴയ ബ്രൗസർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ റിലേഷനിൽ നോ ഓപ്പണർ എന്ന് പറഞ്ഞു കൊടുക്കണം. നോ ഓപ്പണർ എന്ന് പറഞ്ഞു കൊടുത്താൽ ആ പുതിയ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന ടാബിന് നമ്മളുടെ വെബ് പേജിലെ ഒബ്ജക്റ്റുകളോ ഒന്നും കിട്ടത്തില്ല. ഓക്കെ, സോ ബൈ ഡീഫോൾട്ടായിട്ട് ഇപ്പോൾ പുതിയ ബ്രൗസറിലെല്ലാം റിലേഷൻഷിപ്പ് നോ ഓപ്പണർ തന്നെ ആയിരിക്കും. പഴയ ബ്രൗസറിലാണെങ്കിൽ ടാർഗറ്റ് ബ്ലാങ്ക് കൊടുക്കുമ്പോൾ ഈ നോ ഓപ്പണർ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, സോ അങ്ങനത്തെ റിലേഷൻഷിപ്പിൽ ഒരുപാട് ആട്രിബ്യൂട്ട്സുകൾ ഉണ്ട്. അത് മിക്കവാറും റിലേഷൻഷിപ്പ് കാണിക്കാനുള്ള കുറേ ആണ്. ഫോർ എക്സാമ്പിൾ നോ ഫോളോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗൂഗിൾ പോലുള്ള സെർച്ച് എഞ്ചിൻസിന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഫോർ എക്സാമ്പിൾ അത് നമ്മുടെ ലിങ്ക് ഫോളോ ചെയ്തിട്ട് അവൻ പേജ് ഒന്നും ഇൻഡെക്സ് ചെയ്യത്തില്ല. അങ്ങനത്തെ പല റിലേഷനുകൾ സൂചിപ്പിക്കാനാണ് റെൽ എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് ഉപയോഗിക്കുന്നത്. ഈ ആങ്കർ ടാഗിന് ഡീഫോൾട്ടായിട്ട് സ്റ്റൈലുണ്ട്. സോ അത് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ലിങ്ക് തന്നെ നമുക്ക് ബാക്കിയുള്ള മൂവീസിനും കൊടുക്കാം. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സോ ഇതിനൊരു കുറച്ചുകൂടിയും വയലറ്റ് കളറും ഇത് നീല കളറുമാണ്. സോ ഈ നീല കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ നമ്മൾ ഈ ബ്രൗസറിൽ ഈ പേജ് ഓപ്പൺ ചെയ്തിട്ടില്ല, വിസിറ്റ് ചെയ്തിട്ടില്ല. അങ്ങനത്തെ വിസിറ്റ് ചെയ്യാത്ത ലിങ്കുകളാണ് ബ്ലൂ, വിസിറ്റ് ചെയ്ത ലിങ്കുകളാണ് കുറച്ചുകൂടി വയലറ്റ് ആയിരിക്കും. സോ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനി അവിടെ പോയി നോക്കിയാൽ ഇത് വയലറ്റ് ആവും. ഓക്കെ, സോ നമുക്ക് ആ കളറുകളൊക്കെ നമുക്ക് സ്റ്റൈൽ ഉപയോഗിച്ച് മാറ്റാൻ പറ്റും. ഈ അണ്ടർലൈൻ മാറ്റാൻ പറ്റും, ഡീഫോൾട്ട് സ്റ്റൈലുകളൊക്കെ മാറ്റാൻ പറ്റും. അത് മെയിൻലി CSS ആണ്. സോ അത് ഈ വീഡിയോൻ്റെ സ്കോപ്പിലില്ലാത്തതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല. ഈ സ്റ്റൈൽ മാറ്റുന്ന അത്ര പാടുള്ള കാര്യമൊന്നുമല്ല. ഗൂഗിളിലൊക്കെ തപ്പിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ സൊല്യൂഷൻസ് നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഈ href പല രീതിയിൽ കൊടുക്കാൻ പറ്റും. സോ അതെന്താ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ ഇവിടെ കൊടുത്തിരിക്കുന്നത് നോക്കിയാൽ ഫുൾ ലിങ്കാണ്, അതായത് ഫുൾ ഡൊമൈനിൻ്റെ ഫുൾ ലിങ്കാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് ഒരു പ്രോട്ടോകോൾ ഉണ്ട്, ഏത് വെബ്സൈറ്റിലോട്ടാണ് പോകുന്നത് അതിൻ്റെ ഡൊമൈൻ ഉണ്ട്, പിന്നെ ആ ഫയലിൻ്റെ പാത്ത് ഉണ്ട്. അങ്ങനെ ഫുൾ ലിങ്കാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ ഇങ്ങനെ കൊടുക്കുന്നത് നമ്മൾ പുറത്തുള്ളൊരു വെബ്സൈറ്റ് കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ കൊടുത്താൽ മതി. സോ നമ്മുടെ തന്നെ പേജാണെങ്കിൽ നമ്മുടെ ഫുൾ ലിങ്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് റിലേറ്റീവ് പാത്ത് കൊടുത്താൽ മതി. സോ അത് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പുതിയ പേജ് ഉണ്ടാക്കാം. അവിടെ details.html എന്നിട്ട് അതിനകത്ത് തൽക്കാലം ബോഡിനകത്ത് ഒരു h1 ടാഗിനകത്ത് മൂവി ഡീറ്റെയിൽസ് എന്ന് മാത്രം കൊടുക്കാം കാണിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി ഈ ഒരു ഇൻഡെക്സ് പേജിനകത്ത് നിന്ന് ഈ ഡീറ്റെയിൽസ് പേജ് കാണിക്കണമെങ്കിൽ നമുക്ക് ഒരു ആങ്കർ ടാഗ് എഴുതാം, പുതിയൊരു ആങ്കർ ടാഗ് എഴുതാം. എന്നിട്ട് അതിൽ ടെക്സ്റ്റ് ഡീറ്റെയിൽസ് എന്ന് കൊടുക്കാം.
എന്നിട്ട് അതിൻ്റെ HREF നമ്മളുടെ ഈ ഫയൽ എവിടെയാണോ കിടക്കുന്നത് അവിടുന്ന് റിലേറ്റീവ് ആയിട്ട് കൊടുത്താൽ മതി. ഫോർ എക്സാമ്പിൾ ഇവിടെ ഇൻഡെക്സിൻ്റെ അതേ ഫോൾഡറിലാണ് ഡീറ്റെയിൽസ് കിടക്കുന്നതുകൊണ്ട് details.html എന്ന് കൊടുത്താൽ മതി. നമുക്ക് നോക്കി നോക്കാം. ഇവിടെ ഡീറ്റെയിൽസ് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൂവി ഡീറ്റെയിൽസ് വന്നു. ഓക്കെ, ഇനി നേരെ മറിച്ച് ഇതിനകത്തൊരു ഫോൾഡർ ഉണ്ടെങ്കിൽ, ഇൻഫോ എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ടെങ്കിൽ അതിനകത്താണ് ഒരു HTML കിടക്കുന്നതെങ്കിൽ more.info.html. ഓക്കെ, ഇതിനും നമുക്കൊരു h1 ടാഗിനകത്ത് more.info കൊടുക്കാം. ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ index.html എന്ന ഇൻഫോയിലോട്ട് പോകണമെങ്കിൽ ഇവിടെ info/more.info.html കൊടുത്താൽ മതി. ഇനി ഡീറ്റെയിൽസ് എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ more.info എത്തും, info/more.html. ഇനി more.infoയിൽ നിന്നും തിരിച്ച് നമുക്ക് index.htmlലേക്ക് പോകണമെങ്കിൽ ഈ more.infoനകത്ത് നിന്ന് നമുക്ക് വേണമെങ്കിൽ ഇതേപോലത്തെ ഒരു ആങ്കർ ടാഗ് കൊടുക്കാം. hrefനകത്ത് ഇവിടെ index.html എന്ന് കൊടുത്ത് നോക്കാം, എന്താ പറ്റുക നോക്കാം, ഹോം എന്ന് കൊടുക്കാം. ഓക്കെ, തിരിച്ച് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വർക്ക് ചെയ്തില്ല. കാരണം ഈ പേജിൽ നിന്നും റിലേറ്റീവ് ആയിട്ടാണ് index.html എടുക്കാൻ നോക്കിയത്. അതായത് ഇൻഫോ എന്ന് പറഞ്ഞ ഫോൾഡറിനകത്ത് index.html എടുക്കാനാണ് നോക്കിയത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇൻഫോനകത്ത് index.html എടുക്കാൻ നോക്കിയത്. അത് വർക്കായില്ല. ഇതിൻ്റെ പാരന്റിലോട്ട് പോകണമെങ്കിൽ നമുക്ക് റിലേറ്റീവ് ആയിട്ട് പാത്ത് കൊടുക്കാം. അതായത് .. എന്ന് പറഞ്ഞു. .. എന്ന് പറഞ്ഞാൽ പാരന്റ് ഡയറക്ടറി എന്നർത്ഥം. അപ്പോൾ പാരന്റ് ഡയറക്ടറിനകത്തുനിന്ന് index.html എടുക്കണമെങ്കിൽ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാം. റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വർക്ക് ചെയ്യും. അല്ലെങ്കിൽ ഇതിൻ്റെ ഏറ്റവും റൂട്ട് ഡയറക്ടറി എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കാം. അതായത് ഇതിൻ്റെ ഏറ്റവും റൂട്ട് ഡയറക്ടറിയിലാണല്ലോ index.html എടുക്കുക. അപ്പോൾ സ്ലാഷ് ഇട്ട് കഴിഞ്ഞാൽ ഏറ്റവും റൂട്ട് ഡയറക്ടറി എന്നർത്ഥം. അപ്പോൾ ഏറ്റവും റൂട്ട് ഡയറക്ടറിന്ന് index.html ഇങ്ങനെയും പറഞ്ഞു കൊടുക്കാം. more.info വന്നു കഴിഞ്ഞാൽ തിരിച്ച് ഹോം അടിച്ച് കഴിഞ്ഞാൽ ഏറ്റവും റൂട്ടിലത്തെ index.htmlലോട്ട് പോകും, അത് വർക്ക് ചെയ്യും. ഇത് കൂടാതെ തന്നെ ഒരു പേജിൻ്റെ തന്നെ പല സെക്ഷനിലോട്ട് നമുക്ക് ലിങ്ക് കൊടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഈ index.htmlനകത്ത് പ്രേമലു എന്ന് പറഞ്ഞ ഈ ഹെഡിങ്ങിലോട്ട് പോകണം. അതിനെന്താ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് എവിടേക്കാണോ പോകുന്നത്, ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ എവിടേക്കാണോ പോകുന്നത് അതിനൊരു ID കൊടുത്താൽ മതി. നമുക്ക് ID = പ്രേമലു എന്ന് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഈ ലിങ്കിൽ ഹാഷ് ഇട്ടിട്ട് ആ ID കൊടുത്താൽ മതി. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ട് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ ഇതുണ്ട്, അത് നേരെ ഇവിടെ വരും. ഇതിവിടെ താഴത്ത് സ്ക്രോൾ ചെയ്യാൻ ഇല്ലാത്തതുകൊണ്ടാണ്, സ്ക്രോൾ ചെയ്യാൻ സ്ഥലം ഉണ്ടായിരുന്നെങ്കിൽ ഇത് ടോപ്പിൽ വന്ന് നടക്കും. നമുക്കത് ആങ്കർ ടാഗിൽ കൊടുക്കണമെങ്കിൽ ഇപ്പോൾ ഏറ്റവും ടോപ്പിൽ ആവേശത്തിൻ്റെ അടുത്ത് തന്നെ ഒരു ആങ്കർ ടാഗ് കൊടുക്കാം. go to എന്ന് പേര് കൊടുക്കാം. എന്നിട്ട് ഇവിടെ href ആയിട്ട് നമ്മൾ ഈ ID പറഞ്ഞു കൊടുത്താൽ മതി. ഹാഷ് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ index.html #premalu അതിലോട്ടാണ് ലിങ്ക് പോകുന്നത്. എന്നിട്ട് go to ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് താഴ്ത്തിക്ക് പോകും. ഓക്കെ, ഹാഷും IDയും കൊടുത്ത് പേജിൽ തന്നെ പല സ്ഥലത്തേക്ക് നമുക്ക് ലിങ്ക് കൊടുക്കാൻ പറ്റും. അതുകൂടാതെ നമുക്ക് മെയിൽ അയക്കാനുള്ള ലിങ്കുകളുണ്ട്. ഫോർ എക്സാമ്പിൾ സെൻഡ് മെയിൽ എന്ന് പറഞ്ഞ ടെക്സ്റ്റ് കൊടുക്കാം. അപ്പോൾ ഇവിടെ സെൻഡ് മെയിൽ വന്നു. അങ്ങനത്തെ കേസിൽ നമുക്ക് hrefനകത്ത് mail2 എന്ന് പറഞ്ഞ പ്രോട്ടോക്കോൾ കൊടുക്കുക, കോളൻ കൊടുക്കുക, എന്നിട്ട് നമുക്ക് ഇമെയിൽ അഡ്രസ്സ് കൊടുത്താൽ മതി, pingme@koodumalayalam.in. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ സെൻഡ് മെയിലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിൽ കോൺഫിഗർ ചെയ്തിരിക്കുന്ന ഏതെങ്കിലും ഒരു മെയിൽ ക്ലയൻറ്റ് ഓപ്പൺ ചെയ്ത് വരും. ഇനി അതേപോലെ തന്നെ ഫോൺ വേണമെങ്കിൽ ടെൽ എന്ന് പറഞ്ഞു കൊടുത്താൽ മതി. ടെൽ എന്ന് പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ നമ്പർ കൊടുക്കാം, +91. നമ്മുടെ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഫോൺ എഴുതാം. ഓക്കെ, ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ബേസിക്കലി ഫോണിലാണ് മെയിനായിട്ട് വർക്ക് ചെയ്യുക. നമ്മുടെ ഫോണിൻ്റെ ആ ഡയലർ ഓപ്പൺ ചെയ്ത് നമുക്ക് കോൾ ചെയ്യാൻ പറ്റും. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഫോൺ എടുക്കാൻ ഏതെങ്കിലും ആപ്പ് നമ്മൾ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഓപ്പൺ ആയി വരും. ഇത് കൂടാതെ നമുക്ക് ഏതെങ്കിലും ഒരു ആങ്കർ ടാഗ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് വല്ല ജാവാസ്ക്രിപ്റ്റ് ഫംഗ്ഷൻ വേണമെങ്കിൽ നമുക്ക് ഓടിക്കാൻ പറ്റും. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമുക്കിവിടെ ഒരു ജാവാസ്ക്രിപ്റ്റ് എഴുതാം, സ്ക്രിപ്റ്റ് എന്ന് എഴുതാം. എന്നിട്ട് ഇതിനകത്തൊരു ഫംഗ്ഷൻ എഴുതാം, ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു അലേർട്ട് ബോക്സ് കാണിക്കാനുള്ള കൂടെ എഴുതാം, അലേർട്ട് I am test. ഓക്കെ, ഇതൊരു ഗ്ലോബൽ ജാവാസ്ക്രിപ്റ്റ് ഫംഗ്ഷനാണ്. ശരിക്കും ഈ ഫംഗ്ഷൻ ഏത് ജാവാസ്ക്രിപ്റ്റ് ഫയലിൽ നിന്ന് എവിടെ നിന്ന് വേണമെങ്കിൽ ആക്സ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഗ്ലോബലായിട്ട് ആക്സ് ചെയ്യാൻ പറ്റുന്നൊരു ഫംഗ്ഷൻ നമുക്ക് ആങ്കർ ടാഗിൽ hrefൽ പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പോൾ ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യും. അതായത് ഇതിൽ പ്രോട്ടോക്കോളായിട്ട് ജാവാസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞു കൊടുക്കാം, കോളൻ ഇടുക, എന്നിട്ട് ആ ഫംഗ്ഷൻ കോൾ ചെയ്യുക. ഓക്കെ, ഇതിനകത്ത് വല്ല ആർഗ്യുമെൻറ്റും കൊടുക്കാനുണ്ടെങ്കിൽ, ഒരു നമ്പർ വല്ലതും കൊടുക്കാനുണ്ടെങ്കിൽ 12 നമുക്ക് ആർഗ്യുമെൻ്റ് ഇവിടെ പാസ് ചെയ്തും കൊടുക്കാം. ഓക്കെ, I am test +num അങ്ങനെ കൊടുക്കാം. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് കണ്ടോ, I am test 12 എന്ന് വന്നു. ഇങ്ങനെ നമുക്ക് പല രീതിയിലും നമുക്ക് href കൊടുക്കാൻ പറ്റും. ഇതാണ് ബേസിക്കലി ആങ്കർ ടാഗ്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോനകത്ത് ഇമേജ് ടാഗുകളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഈ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ ആ സബ്സ്ക്രിപ്ഷൻ ബട്ടൺ അമർത്താൻ തീർച്ചയായും ശ്രമിക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.